നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സർക്കാർ നയങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ച ഡോക്ടർ ബി അശോക് IAS നേരെ വാളെടുത്ത് പിണറായി. സൈനിക ക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ സസ്പെൻഡ് ചെയ്തു. ഇറങ്ങിപ്പോകാറായിട്ടും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല പിണറായിക്ക്. പോണ പോക്കിൽ IAS IPSകാരുടെ നെഞ്ചത്തോട്ടാണ് കുതിരകയറ്റം. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു, പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചു എന്ന പഴുതെടുത്താണ് അശോക് IAS പൂട്ടിയത്. എന്നാൽ ഡോക്ടർ അശോക് പേടിച്ച് കാൽക്കൽ വന്ന് വീഴുമെന്നായിരിക്കും പിണറായി കരുതിയത്. തെറ്റിപ്പോയി. പണി നോക്കെന്ന് അദ്ദേഹം കട്ടയ്ക്ക് പറഞ്ഞു. സർക്കാരിന്റെ പ്രധാന തീരുമാനങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അച്ചടക്ക ലംഘനമാണെന്നാണ് ഔദ്യോഗിക വിലയിരുത്തൽ. സംഭവം അതല്ല. പിണറായി വിജയന് നേരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ പലതും പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ പൊള്ളലിലാണ് ഇപ്പോൾ പിണറായി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് നിലനിൽക്കില്ല എന്ന് ഡോക്ടർ ബി അശോക് പ്രതികരിച്ചു. സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടില്ല, സർവീസ് ചട്ടം 7(2) വിരുദ്ധമാണ് പ്രതികരണം എന്നീ കുറ്റങ്ങളാണ് ആരോപിക്കുന്നത്. ഇത് രണ്ടും താൻ നിഷേധിക്കുന്നു. പക്ഷേ ഈ സസ്പെൻഷൻ ഉത്തരവിൽ എന്താണ് സർക്കാർ പ്രതികൂലമായി കണ്ട പ്രസ്താവനയെന്നോ വ്യക്തമല്ല. വളരെ അവ്യക്തമായ ഉത്തരവാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ കാര്യമായി വേവലാതിപ്പെടുന്നില്ല. നിയമപരമായി ചോദ്യം ചെയ്താൽ നിലനിൽക്കുന്ന ഉത്തരവാണെന്ന് കരുതുന്നില്ല. ഇതുവരെയുള്ള ഉത്തരവുകൾ പോലെ തന്നെ നിലനിൽക്കുന്ന ഉത്തരവല്ല ഇതും. പക്ഷേ ഇപ്പോൾ ഉടൻ നിയമ നടപടി പരിഗണനയിലില്ല. കാരണം ഇവിടെ ഇപ്പോൾ കാവൽ സർക്കാരാണ് നിലവിലുള്ളത്. അതിന്റെ മുന്നോട്ടുള്ള യാത്ര തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടി. തിരക്കിട്ട് നടപടിക്ക് ആലോചിക്കുന്നില്ല എന്നും ഡോക്ടർ ബി അശോക് IAS പറഞ്ഞു. ഈ ഉത്തരവിൽ സർക്കാർ ഉത്തരവിന് അഹിതമായതെന്ന് വ്യക്തമല്ല. ഉത്തരവ് ദുർബലമാണ്. അതിന്റെ സാങ്കേതികതയോട് ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല. സർക്കാരിന്റെ കാലാവധി തീരാനിരിക്കെ പ്രതികാര നടപടി എന്നോണം ഇടതുപക്ഷ സംഘടനകളുടെ സ്വകാര്യ പരാതി സ്വീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെതായ പരിശോധന നടത്താതെ മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഉത്തരവ് നിലനിൽക്കില്ല എന്നും ഡോക്ടർ ബി അശോക് പറഞ്ഞു. അതായത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അങ്ങനെ പേടിക്കാൻ എന്നെ കിട്ടില്ല എന്ന്. ഇവിടെ ഇപ്പോൾ ഒരു കാവൽ സർക്കാരാണ് ഉള്ളത്. അടുത്ത സർക്കാർ ഏതാണ് എന്ന് കണ്ടതിന് ശേഷം മാത്രം, അതിനുശേഷം ഞാൻ പ്രതികരിക്കും, മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മെയ് 4-ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനിരിക്കുകയാണ്. അതിനുശേഷം ഇടതാണോ വലതാണോ എന്നറിയാമല്ലോ. എല്ലാ കാലത്തും ഇവിടെ പിണറായി മാത്രമായിരിക്കില്ലല്ലോ ഭരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ഇതുകൂടാതെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഇത് തന്നോടുള്ള ഇടത് സംഘടനകളുടെ ചൊരുക്കാണ് തീർത്തിരിക്കുന്നത് എന്ന്. IAS IPS ഉദ്യോഗസ്ഥരെ എല്ലാം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ 10 വർഷക്കാലമായിട്ട് പിണറായി ഭരണകൂടം. അതിലെല്ലാം അതൃപ്തി രേഖപ്പെടുത്തി ഇപ്പോൾ എല്ലാവരും കൂടോടെ ഇളകിയിരിക്കുകയാണ്. IAS IPS ഉദ്യോഗസ്ഥരെല്ലാവരും. ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള വലിയ ആശ്വാസത്തിലാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി തുടങ്ങിയിട്ടുമുണ്ട്. ശക്തമായി എതിർക്കേണ്ടതിനെ എതിർക്കുമെന്ന് തന്നെ IAS IPS ഉദ്യോഗസ്ഥർ കട്ടയ്ക്ക് പറയുമ്പോൾ പിണറായിക്ക് വല്ലാതെ പൊള്ളുന്നുണ്ട്. ഇടത് സംഘടനകൾക്ക് വിറളി പിടിക്കുന്നുണ്ട്. എന്തായാലും ഇത് തുടക്കമാണ്. ഓരോരുത്തരായി പിണറായിയുടെ ഭരണത്തിന് നേരെ, ഏകാധിപത്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ബി അശോക് IAS വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പച്ചയ്ക്കാണ് പലതും വിളിച്ചു പറഞ്ഞത്. ഒരക്ഷരം പോലും പിണറായിക്ക് മുൻപിൽ പ്രതികരിക്കാൻ കഴിയാതിരുന്ന ഉദ്യോഗസ്ഥരുടെ ഗതികേടിനെ കുറിച്ച് പോലും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു. ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് ഈ IAS IPS ഉദ്യോഗസ്ഥർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പിണറായി പറഞ്ഞതിനെ ഉൾപ്പെടെ അദ്ദേഹം വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ മലയാളി വാർത്തയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി ആ ഇന്റർവ്യൂവിൽ പലതും വിളിച്ചു പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ജനം പ്രതികരിക്കുക. IAS IPS ഉദ്യോഗസ്ഥരെ മുഴുവൻ ഈ 10 വർഷക്കാലം കെട്ടിയിട്ട് അവരുടെ ജോലി എടുക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണകൂടത്തിനെതിരെയാണ് അദ്ദേഹം ശബ്ദമുയർത്തിയിരിക്കുന്നത്. പൊതു ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ 360 ഡിഗ്രി വളയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ചരടിന്മേൽ കോർത്ത പാവകളെ പോലെ നമ്മൾ പറയുന്ന ഇഷ്ടമാവോ ആ ഒരു അവസരം സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, കണ്ണ് അനക്കുന്നത്, വണ്ടി ഓടിക്കുന്നത്, ഇറങ്ങുന്നത്, പോകുന്നത് ഇഷ്ടമാവോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെയറിംഗ് പോവില്ലേ? അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ഒറ്റ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇൻ ദാറ്റ് സെൻസ് അതാദ്യം തന്നെ സെറ്റിൽഡ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നത് അഭിപ്രായം പറയാനും പറ്റില്ല. അഭിപ്രായത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒതുക്കി നമ്മളൊക്കെ ഈ അനിഷ്ടം എക്സ്പെക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അനിഷ്ടം എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ശരാശരി മനുഷ്യൻ പേടിക്കില്ലേ? തീർച്ചയായും. ഇപ്പം നമുക്കിവിടെ വേരുകൾ ഉള്ളത് കൊണ്ടും നമുക്ക് ജോലി ഇല്ലെങ്കിൽ കഴിയാവുന്നുള്ളത് കൊണ്ടും നമുക്ക് പിന്നെ അത്യാവശ്യം പിന്നെ സമൂഹത്തിൽ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ടും നമുക്കൊരു ശക്തി തോന്നുന്നതാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വന്ന് ഇവിടെ ഒരു മഹാരാഷ്ട്രത്തിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളിന് അത്ര ഒരു സപ്പോർട്ട് കിട്ടുമോ? ഇല്ല. അയാൾ അത് പിന്നെ വെൽക്കം അല്ലാന്ന് കണ്ടാൽ പിന്നെ അയാൾ വസ്തുത പറയത്തില്ല. അതാണ് സാഹചര്യം. ഞാൻ ഓർക്കുന്ന ഒരു എപ്പിസോഡ്, എവിടെ എന്ത് ആരെപ്പോൾ പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ട്രാൻസിഷനൊക്കെ നടന്ന സമയത്ത് ജേർണലിസത്തിൽ നിന്ന് വന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഏത് യോഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും ചോദ്യം ചോദിക്കും. നമ്മളോടും ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഇതുപോലൊരു ഉന്നതതല അധ്യക്ഷത നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പതിവ് രീതിക്ക് കാര്യങ്ങൾ മാറിയതറിയാതെ, പഴയ ഉമ്മൻചാണ്ടിയുടെ കാലം തോളെ കൈയിടാവുന്ന കാലം മാറിയതറിയാതെ അദ്ദേഹം ചോദിച്ചു, സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം തന്നെ മറുപടി കൊടുത്ത്, ചോദ്യം ഇങ്ങോട്ട് വേണ്ട. അതോടുകൂടി പിന്നെ ഇപ്പോഴത്തെ ഒരു പൊതു നയമാണ്, ചോദ്യം വേണ്ട, ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി പിന്നെ അതിനുശേഷം പിന്നെ ആരും അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഒറ്റ ചോദ്യവുമില്ല. ചോദ്യം ചോദിക്കേണ്ടവർക്കൊക്കെ വീട്ടിൽ പോയി ചോദിക്കാം. അല്ല, അത് ഞാൻ പറയുന്നില്ല, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് വെയർ ഓൾ വിഡ്രോൺ അറ്റ് ദാറ്റ് പോയിന്റ്. പിന്നെ സംഗതികൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഡെമോക്രസി. അങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ആത്മാർത്ഥത നഷ്ടപ്പെടില്ലേ? അല്ല, അത് അത്രയ്ക്ക് മതി എന്ന് വെക്കും. അല്ല, അപ്പോൾ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല അവിടെ കുറയുന്നത്. അല്ല, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ജനങ്ങളുടെ ഡെലിവറിക്കകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഈ എല്ലാവരും സർക്കാരുമായിട്ട് ദൈനംദിന കോണ്ടാക്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. ഇപ്പം താഴേക്കിടയിലുള്ള സർവീസ് ഡെലിവറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ അപ്പറ്റ ഒരു കളക്ടർ വരെ, അവർക്ക് എല്ലാ ദിവസവും മിനിസ്റ്റേഴ്സിനെ കാണേണ്ട ആവശ്യമില്ല. അവർ കാണേണ്ടപ്പോൾ മാത്രം, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന യോഗത്തിൽ ഉന്നത തലത്തിൽ വന്നാൽ മതി, അല്ലെങ്കിൽ അവരെ സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തോളും. അപ്പോൾ അവർക്ക് ആ ദൈനംദിന പ്രശ്നമില്ല. പക്ഷേ സെക്രട്ടറീസ് എന്ന് പറയുന്നത് ദൈനംദിനം ക്യാബിനറ്റുമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും ഹൈ വോൾട്ടേജ് ആണ്. ഒന്നുകിൽ ഗവർണർ, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ, അല്ലെങ്കിൽ കേന്ദ്ര സെക്രട്ടറിമാർ, അല്ലെങ്കിൽ മന്ത്രി, ഇവരാണല്ലോ നമ്മുടെ ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം. അപ്പോൾ അവിടെ ഫ്രാങ്ക് ആൻഡ് ഫെയർ ഡിസ്കഷൻസിനുള്ള സ്കോപ്പാണ് നമ്മുടെ എഫക്റ്റീവ്നെസ്സിനെ ഡിസൈഡ് ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ ഗോപ്യമായിട്ട് പറയേണ്ടതായിട്ടും വരും. അപ്പോൾ അതൊരു മൈനസാണ്. പക്ഷേ വേറെ ചില സ്ട്രെങ്തുകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, ആ ഒരു പില്ലർ എന്നുള്ള നിലയിൽ പിന്നെ ഒരു സംഗതിക്ക് ഒരു സ്ട്രെങ്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദൗർബല്യം അങ്ങനെയും വരും. ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പലപ്പോഴും ഭരണകൂടവുമായി ഇങ്ങനെ ഏതെങ്കിലും തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലപ്പുറം ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ പിന്തുണ ഈ ഭരണകൂടത്തിനുണ്ട്. അവർ വ്യക്തിപരമായി വേട്ടയാടില്ലേ? ആക്ഷേപങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി ചിലപ്പോൾ ചില സൗഹൃദങ്ങളുടെ പേരിലാവാം, അല്ലെങ്കിൽ മറ്റ് ചില അപകട കെണികൾ ഒരുക്കി വെച്ചിട്ടാവാം. അതൊക്കെ വലിയ അപകടകരമായ അവസ്ഥ. അപകടം എപ്പോഴും ഉണ്ട്. കാരണം ഈ ഗെയിമിൽ യാതൊരുവിധ മര്യാദകളുമില്ല. ഏത് തരം വരെയും പോയി ആളെ വീഴ്ത്താനുള്ള സംവിധാനം അത് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അത് അറിയാം. അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭീതിയുണ്ട് ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ KCBയിലൊക്കെ എനിക്ക് വളരെ പ്രത്യേകമായിട്ടറിയാം ഈ താഴേക്കിടയിലുള്ള ചില ജീവനക്കാരികളെ ഉപയോഗിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്കറിയാം. അത് അങ്ങനെയുള്ള നിരവധി ഫയലുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. KCB ഒരു വളരെ വിചിത്രമായ ഏജൻസിയാണ്. അവിടെ 6 കൊലക്കേസ് പ്രതികൾ തന്നെ ഉണ്ട്. ഞാനവിടെ ചെയർമാനായിട്ട് PFIയുടെ ദേശീയ ചെയർമാൻ, അവിടുത്തെ ഓവർസിയറാണ്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് അദ്ദേഹം തിഹാർ ജയിലിലോ മറ്റോ അവരെ അറസ്റ്റ് ചെയ്തല്ലോ എല്ലാവരും. അതേ KCBയിലെ ഓവർസിയറാണ്. അപ്പോൾ എൻ്റെ പുറത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്ത് സർവീസിൽ തിരിച്ചെടുക്കണമെന്ന് വളരെ കാര്യമായ ശുപാർശകളും ഫയലും ഉണ്ടായിരുന്നു. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയാണ് എനിക്ക് അതിന് ക്ലിയറൻസ്, ഞാൻ എഴുതി ചോദിക്കുകയും അദ്ദേഹം ക്ലിയറൻസ് തരാതിരുന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത്ര കടുത്ത പിന്നെ അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു. നോട്ട് പർട്ടിക്കുലർലി ഗവൺമെൻറ്, പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളൊരു വിചിത്ര ലോകമാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ആദ്യം വലിയ സൗഹൃദം കാണിക്കും ഈ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത്, ഈ പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരിയെ കൊണ്ട് അത് കാണിപ്പിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ മനുഷ്യരല്ലേ, ചില രീതിയിലുള്ള ചാബല്യങ്ങൾ, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ്, പിന്നെ എന്തെങ്കിലും ഒരു സ്ലിപ്പ് ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് പറ്റും. ആത്യന്തികമായിട്ട് അയാൾ രാവിലെ തൊട്ട് മുഷിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു കുറച്ചൊരു മധുരം കിട്ടിക്കഴിയുമ്പോഴേക്കും അറിയാതെ ഇല്ല ഈച്ചയെ പോലെ അയാൾ കയറി അതിൽ കാല് വെക്കും, തീർന്ന്. പിന്നെ അവർ പറയുന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ പിറ്റേ ദിവസം ട്രാപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, സാർ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അടിമയാണ് അവർ. നിങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും, ചീഫ് എഞ്ചിനീയർ ആയിരിക്കും, പക്ഷേ ആ താഴെക്കടയിലുള്ള ജീവനക്കാരി കൊണ്ടുവരുന്ന കാര്യം ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഇല്ലേ അവരുടെ ഹാൻഡ്ലേഴ്സ് പുറകെ വരും. ഹാൻഡ്ലേഴ്സ് പുറകെ വന്നിട്ട് പറയും, നിങ്ങൾ XYZൻ്റെ അടുത്ത് ചെയ്തൊക്കെ ഞങ്ങൾക്ക് അറിയാം, എടുത്ത് പുറത്തിടുന്ന ആളെ രാവിലെ. ഇതിനെല്ലാം പിന്നിലൊരു അധോലോകമുണ്ട് അല്ലേ?
എനിക്ക് തോന്നുന്നത് അതിനെ അങ്ങനെ വിളിക്കാമെന്നാണ് തോന്നുന്നത്. ഒരു 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 എന്താണ് പറയുന്നത്, ദർ ഈസ് എ നെതർ വേൾഡ് which controls the powers that appear to be in control. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. അപ്പം അത് വല്ലാത്തൊരു ഞാണിന്മേൽ കളിയാണ്. നമ്മൾ ശരിക്കും സമ്മർദ്ദത്തിലിരിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ ആര് കയറുന്നു എന്നുള്ളത് പോലും ഉദ്യോഗസ്ഥർ അല്പം പകപ്പോടുകൂടി, എനിക്കൊക്കെ അതിന് ചില സംവിധാനങ്ങളുണ്ട്, ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാനൊക്കത്തില്ല. കാരണം നമ്മളാരെ ആക്രമിച്ചില്ല എന്നുള്ളത് എപ്പോഴും തെളിയിക്കാനുള്ള ബാധ്യത നമ്മുടെ നിലയിലാണ്. വെപ്പണൈസ്ഡ് ആയിരിക്കണം, എപ്പോൾ ഒരാക്രമണം വരും എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും തിരയുള്ള തോക്ക് കയ്യിലില്ലാതെ സാധിക്കില്ല. ഇപ്പം ഇല്ല, സ്വയം ചിലപ്പോൾ ഒന്നുകൊണ്ട് പോലും പറ്റില്ല. ഞാൻ വീട്ടിൽ പലപ്പോഴും ഒരു ബാക്കപ്പ് വെപ്പൺ എപ്പോഴും കരുതാറുണ്ട്. ഒന്ന് തിര തീർന്നു പോയാൽ പോലും, കാരണം കൊല്ലാനായിട്ട് വരുന്ന അക്രമികൾ ഒരാളായിട്ട് വരില്ലല്ലോ, കുറച്ചാളെ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ വാഹനത്തിലൊക്കെ അത്യാവശ്യം എല്ലാ സംവിധാനവും എപ്പോഴും തീർച്ചയായിട്ടും ഇപ്പൊ ഒരുക്കത്തോടു കൂടിയുള്ള യുദ്ധമാണ്. തീർച്ചയായിട്ടും. ഈ കെട്ടകാലത്തിന് മുമ്പ് ഒരു ഇരുണ്ട കാലമുണ്ട്. അതേക്കുറിച്ച് ഇപ്പോൾ ഈ സർക്കാർ വളരെ നിശ്ചിതമായ ചില പരിഹാസം ഉയർത്തുന്നുണ്ട്, പരസ്യം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണോ? അല്ല, അത് ചോദിച്ചപ്പോഴാണ് ഞാനത് പിന്നെ പരാമർശിക്കാവുന്ന ഒരു സംഗതിയാണ്. കാരണം ഇതൊന്നും നമ്മുടെ ഒരു പ്രാക്ടീസിലോ പരിചയത്തിലോ ഇല്ലാത്ത പ്രവണതകളാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് നന്നായി നടക്കുന്നു എന്ന് പരസ്യം കൊടുക്കുന്നത് എല്ലാ കാലത്തും ഉണ്ട്. അതിനാണല്ലോ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ സംവിധാനങ്ങൾ. ന്യൂസ് റീൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് റീൽ അറിയാത്ത സിനിമ ആണെന്ന് എല്ലാവർക്കും അറിയാം, ന്യൂസ് റീൽ. പക്ഷേ ഇപ്പോൾ കണ്ടൊരു വ്യതിയാനം, അടുത്ത കാലത്ത് കണ്ടൊരു വ്യതിയാനം എന്ന് പറയുന്നത്, മുൻപുണ്ടായിരുന്ന ഒരു പോയിന്റിൽ സംസ്ഥാനമാകെ ഇരുണ്ട യുഗവും 26 എല്ലാം വെളുത്തു വന്നു എന്നും പറഞ്ഞിട്ട് നമ്മൾ തന്നെ പരസ്യം കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പ്രയാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2016 അങ്ങുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ 98 തൊട്ട് സർക്കാരിൻ്റെ ഭാഗമില്ല. അപ്പോൾ 16-ന് മുമ്പ് ഇത് ഇരുണ്ട കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയൊക്കെയാണ് ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്? ഞാൻ വന്നപ്പോൾ സഖാവ് നായനാർ മുഖ്യമന്ത്രി, AK ആൻ്റണി സാറ്, VS അച്യുതാനന്ദൻ സാറ്, ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ അവർക്ക് നേട്ടങ്ങളൊന്നുമില്ലെന്നല്ലേ നമ്മൾ പരോക്ഷമായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, അതിൽ സാങ്കേതിക പ്രശ്നമുള്ളത് വെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ പറ്റും? അതായത് ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്, പത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ എഴുതിയാൽ നമ്മളതിൻ്റെ തിരുത്തു കൊടുക്കേണ്ട ഏജൻസിയാണ്. ഇപ്പം നമ്മൾ ഒരു കാലത്ത് പത്രങ്ങളിൽ പ്രതികൂലമായി വന്ന റിപ്പോർട്ടുകളെല്ലാം കള്ള് ചെയ്തുകൊണ്ട് വന്ന് അങ്ങോട്ട് പൈസ കൊടുത്ത് ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിൽ ദേശവ്യാപക എഡിഷനിൽ പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട്. അത് ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് അത് മോട്ടിവേഷൻ അങ്ങനെ വരുന്നത്? ഇപ്പോൾ ഞാനാണ്, എൻ്റെ അടുത്താണ് ഈ പരസ്യം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാം, ദിസ് ക്യാൻ ബി ഡൺ ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി. രണ്ടാമത്തെ ഭാഗം ഓക്കെ, അതായത് 26-ലെ നേട്ടം എനിക്ക് വിപുലമായി പ്രസിദ്ധീകരിക്കാം, അതിലെനിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. 16-നെ അപേക്ഷിച്ച് ഞാൻ മുന്നേറിയെന്നും പറയാം. പക്ഷേ 16-ൽ നേട്ടങ്ങളേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതാവൈരുദ്ധ്യമില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അത് മാത്രമല്ല, ഞാൻ ആ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ 26-ലെ നേട്ടവും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ടും എടുത്ത് നോക്കി. അപ്പോൾ അതിൽ പറയുന്നത്, വിഴിഞ്ഞം പോർട്ട് പദ്ധതി വളരെ വിജയകരമായി 1ാം ഘട്ടം കമ്മീഷൻ ചെയ്തു. അത് ഈ 16-ന് മുമ്പാണല്ലോ നമ്മൾ കരാർ വെച്ചത്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. റെസ്പെക്റ്റീവ് ഓഫ് ചീഫ് മിനിസ്റ്റർ, അത് മിസ്റ്റർ ജെയിംസ് വർഗീസിൻ്റെ സമയത്താണ് ആ കരാർ വെച്ചത്. അദ്ദേഹം അതിൻ്റെ പേര് ഒരുപാട് പഴി കേട്ടു, ആക്ഷേപം കേട്ടു, അന്വേഷണ കമ്മീഷന് മുമ്പിൽ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആ കരാർ, ആ കൺസെഷൻ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഈ പോർട്ടേ ഇല്ല. അദാനിയുടെ സിംഗിൾ ടെൻഡർ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള വളരെ റിസ്ക് എടുത്തുള്ള ഡയറിംഗ് ആയിട്ടുള്ള ഡിസിഷൻ അന്നില്ലെങ്കിൽ ഈ പോർട്ടിൻ്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും വിജയഗാഥയും ഒന്നുമില്ല. കൊച്ചി മെട്രോ എടുത്ത് നോക്കൂ, ആ സമയത്തല്ലേ വന്ന്. കണ്ണൂർ വിമാനത്താവളം ഓൾമോസ്റ്റ് ട്രയൽ ലാൻഡിങ് നടത്തിയിട്ടാണ് ശ്രീ കെ ബാബുവും ശ്രീ ഉമ്മൻചാണ്ടിയും ഓഫീസ് ഒഴിഞ്ഞ് അവർ തോറ്റ ഇലക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ചരിത്രം സ്മൃതിയിലാണ്ടിട്ടില്ലാത്ത നമ്മളത് നോക്കിയിട്ട് അതൊരു സമ്പൂർണ്ണ ഇരുണ്ട കാലമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എവിടെയോ വസ്തുതയുടേതായിട്ടുള്ളൊരു പ്രശ്നം. പിണറായി വിജയൻ തന്റെ ആനപ്പകയാണ് ഇപ്പോൾ ബി അശോകിന് നേരെ തീർത്തിരിക്കുന്നത്. കാരണം പിണറായിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു വല്ലാത്ത ചൊരുക്ക് പിണറായിക്ക് ഉള്ളിൽ കിടപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പായാണ് ഈ പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയപ്പോൾ മുതൽ തന്നെ ബി അശോക് ഇടതിന്റെ കണ്ണിലെ കരടായി മാറിയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാതെയാണ് ഈ അസാധാരണ നടപടി എന്നത് ഭരണകൂടത്തിന്റെ പ്രതികാര ബുദ്ധിയാണ് വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ പല നയങ്ങളിലെയും പാളിച്ചകളെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സർക്കാർ വാദിക്കുന്നത്.
എന്നാൽ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുന്നതിന് മുൻപ് തങ്ങളെ എതിർക്കുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്ന തന്ത്രമാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലെന്ന് വ്യക്തമാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. എന്നാൽ ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തിരക്കിട്ട ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമോ എന്ന പേടി സർക്കാരിനെ ഇത്തരം അറ്റകൈ പ്രയോഗങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ ഉയരുന്നു. കുറച്ചു കാലമായി തന്നെ സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്നു ബി അശോക് IAS. KSEB ചെയർമാൻ ആയിരുന്ന കാലത്തും മറ്റു സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നപ്പോഴും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന അദ്ദേഹം പലപ്പോഴും ഭരണസിരാ കേന്ദ്രങ്ങളെ വെട്ടിലാക്കിയിരുന്നു. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അദ്ദേഹം. ഈ വൈരാഗ്യമാണ് ഇപ്പോൾ സസ്പെൻഷനിൽ കലാശിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഉണ്ടായ ഈ നാടകീയ നീക്കം രാഷ്ട്രീയ കേരളത്തിൽ വൻ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നേരത്തെ പ്രതികാര നടപടി എന്ന നിലയിൽ കൃഷി വകുപ്പിൽ നിന്ന് ബി അശോകിനെ സ്ഥലം മാറ്റിയിരുന്നു. സ്ഥലം മാറ്റത്തിനെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അശോക് അനുകൂല വിധി നേടിയിരുന്നു. ഇതോടെ സർക്കാരിന്റെ അപ്രീതിക്ക് അശോക് പാത്രമായി. തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് അതിലേക്ക് മാറ്റിയെങ്കിലും അശോക് സ്ഥലം മാറ്റത്തിനെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഇതിനു മുൻപും സ്ഥലം മാറ്റത്തിനെതിരെ അശോക് നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അശോകിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. കോണ്ടാക്ട് റൂൾസ് ലംഘിച്ച് കേരള സർക്കാരിനെതിരെ മാധ്യമങ്ങളിൽ നിരന്തരം എഴുതുകയും ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ച് വിവിധ മാധ്യമ അഭിമുഖങ്ങളിൽ സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ നിരന്തരം രാഷ്ട്രീയ പ്രചാരണം നടത്തുകയും ചെയ്യുന്നുവെന്നായിരുന്നു അശോകിന് മേൽ ഇടത് ഗ്രൂപ്പുകൾ ആരോപിച്ച കുറ്റം. തുടർഭരണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി അശോക് രംഗത്ത് വന്നിരുന്നു. തുടർഭരണം ഫാസിസ്റ്റ് മനോഭാവമുണ്ടാക്കും. തുടർഭരണാനുഭവം വ്യക്തികളിലും കക്ഷികളിലും ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കുന്നുവെന്നും ഒരു ലേഖനത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം ഉയർത്തിയിരുന്നു. MD വാസുദേവൻ നായർ നൽകിയ മുന്നറിയിപ്പും സച്ചിദാനന്ദൻ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞതും തുടർച്ചയായ ഭരണാനുഭവം വ്യക്തികളിലും കക്ഷികളിലും വരുത്തുന്ന ഫാസിസ്റ്റ് മനോഭാവത്തെ പറ്റിയാണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സർക്കാർ കാലാവധി തീരുന്നതിന് മുൻപ് ഡോക്ടർ അശോക് IASനെതിരെ എടുത്ത നടപടി ഇത് പ്രതികാരം തന്നെയാണ് എന്നുള്ളത് 100% വ്യക്തമാണ്. പിണറായി വിജയനെ ലവലേശം കൂസാതെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കാവൽ സർക്കാരാണ്, അടുത്ത സർക്കാർ ഏതാണ് എന്ന് ഞാൻ അറിയട്ടെ, അതിനുശേഷം തുടർ നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന്. അങ്ങനെ എല്ലാവരും അങ്ങ് പിണറായിയെ ഭയക്കുന്നവരല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.